Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight's ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ തന്നെയാണ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടും കൂടി കിട്ടും, കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം കൂടിയാകും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നലെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡിൻ്റെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അപ്പം മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയും പറയുകയും കുറച്ച് സജഷൻസൊക്കെ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എപ്പിസോഡായിരുന്നു. അപ്പം അതിൽ ഓരോരുത്തരോടും ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. രേണു സുധീനോട് ചോദിച്ചത്, ലാലേട്ടന് പോലും ഈ ഒരു വ്യക്തിനെ കണ്ടിട്ട്, രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനെ കണ്ടിട്ട് ചിരി വരികയായിരുന്നു. ഇതെന്താ ഇങ്ങനത്തെ ഒരു സാധനം, ഇതെവിടുന്ന് വന്ന് ഇങ്ങനത്തെ ഒരു സാധനം, ഇങ്ങനെയൊക്കെ ജന്മങ്ങൾ ഉണ്ടാവോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിരിയാണ് ലാലേട്ടൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. കാരണം രേണു സുധീൻ്റെ ആ ഒരു ഞാനിവിടെ ഉള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട് എന്നുള്ള ആ ഒരു വീഡിയോ, അതായത് വോട്ട് ചോദിക്കുന്ന വീഡിയോ എങ്ങനെ വന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുകയായിരുന്നു. അപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നീ എടുത്തു വെച്ചിട്ടുണ്ടോ, എല്ലാം റെഡിയാണോ, ഇനി വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലാലേട്ടന് പോലും അതിശയം തോന്നിപ്പോയി, ഇങ്ങനെയൊരു സാധനമാണല്ലോ ഈ ഉള്ളിൽ നിൽക്കണേന്ന്. സത്യം പറയാലോ, PR ടീമിൻ്റെ കളിയാണ്. പക്ഷേ രേണു സുധി അത് ഒരിക്കലും അംഗീകരിച്ചു തരുന്നില്ല. പറയണത് എൻ്റെ ഒരു കസിനുണ്ട്, അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു ഫസ്റ്റ് എലിമിനേഷനിൽ തന്നെ ഞാൻ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. PR വർക്കിൻ്റെ ഒരു പ്രതിഫലനമാണ്. PR വർക്കിൻ്റെ മാരക വേർഷനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രേണു സുധി ഉള്ളിൽ വന്നിട്ട് ഭയങ്കര സങ്കടം നിറഞ്ഞ മുഖത്തോടെ പ്രേക്ഷകരിലേക്ക് ഇമോഷണലി പോയിട്ട് അവരുമായിട്ട് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച്മെന്റ് വാങ്ങിച്ച് അതിലൂടെ ജയം നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു കണ്ടസ്റ്റൻ്റാണ് രേണു സുധി. ഈ ഒരാഴ്ചത്തെ രേണു സുധീൻ്റെ ഉള്ളിലുള്ള പെരുമാറ്റം കണ്ടപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് നേരത്തെ സങ്കടഭാവത്തോടെയുള്ള മുഖഭാവത്തോടെയുള്ള, അതായത് ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് സന്തോഷത്തോടെയുള്ള ഒരു മനസ്സുണ്ട് പുറത്ത്, പക്ഷേ ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും, ശരിക്കും കാണാൻ പറ്റും അത്രയ്ക്ക് ഞാനിപ്പോൾ എലിമിനേഷനായി പോകും എന്നുള്ള രീതിയിലുള്ള മുഖഭാവത്തോടു കൂടിയാണ് ആ ഒരു വോട്ട് ചോദിക്കുന്ന വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളിലുള്ള ഇന്നലത്തെ തലേദിവസം, മുമ്പത്തെ ദിവസത്തെ കരച്ചിലിന്, അതായത് കണ്ണാടിയുടെ മുമ്പിലുള്ള കരച്ചിലൊക്കെ കണ്ടപ്പം അയ്യോ റിതപ്പ എനിക്ക് കാണാൻ പറ്റാതെ ഇരിക്കുന്നില്ല, എനിക്ക് കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല, കിച്ചു അമ്മയുടെ കിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇമോഷണലി ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് എന്താ പറയാന്നറിയില്ല. അതിന് മുമ്പ് വരെ ഈ ഉള്ളിലുള്ള രേണു സുധി പറയണത്, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് എൻ്റെ കുട്ടികളെ കാണണം, എനിക്ക് മക്കളെ കാണാതിരിക്കാൻ വയ്യ, എനിക്കിതിൻ്റെ ഉള്ളിൽ വേറെ പോലെയാണ് ഫീൽ ആവണേ, അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് ഇങ്ങനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് വന്നിട്ടുള്ളതെന്ന്. അപ്പം ലാലേട്ടന് പോലും അതിശയം തോന്നുകയാണ്, ഈ ഒരു കണ്ടസ്റ്റൻ്റ് എന്താണ് ഇങ്ങനെയെന്ന്. നമുക്ക് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. പിന്നെ ലാലേട്ടനെന്ന് ചോദിച്ചേ പറ്റുള്ളൂ, കാരണം അവരുടെ ഷോയിൻ്റെ ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം അത് ആ ഒരു ക്ലാരിറ്റി കൊടുത്തേ പറ്റുള്ളൂ. കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഈ ഒരു ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ അതപ്പതിച്ച് പോകുമ്പം അത് അവർക്ക് നല്ല ക്ഷീണം വരും. അതുകൊണ്ട് അവർക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ലാലേട്ടൻ എന്തായാലും ഇത് ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. രേണു സുധി എന്തായാലും അതിനു മുമ്പിൽ നാണം കെട്ട് നാറിയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ലാലേട്ടൻ പോയി കഴിഞ്ഞപ്പം ക്യാമറയ്ക്ക് മുമ്പിൽ പോയിട്ട് കസിനോട് ഇനി ഇങ്ങനൊന്നും ചെയ്യല്ലേ, അതായത് PR വർക്കേഴ്സിനോടാണ് ഈ പറയണത്, ഇനി ഇങ്ങനത്തെ ബുദ്ധികളൊന്നും ചെയ്യല്ലേ, കുറച്ച് നാച്ചുറലായിട്ട്, അതായത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണ പോലത്തെ ബുദ്ധികളൊക്കെ പ്രവർത്തിക്കൂ എന്നുള്ള ഒരു യാചന നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പിന്നെ ഏത്തോടുന്നുണ്ടായിരുന്നു, മാപ്പ് പറഞ്ഞുകൊണ്ട് ഏത്തോടുന്നുണ്ടായിരുന്നു ബിഗ് ബോസിനോട്. അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരും കണ്ടില്ലെങ്കിലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ഏത്തിടുകയാണെന്ന് അങ്ങനെ 10 ഏത്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിന് ആദ്യമായിട്ടല്ലേ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആദ്യമായിട്ടാണ് വരണേന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പം ഈ ഒരു രേണു സുധിൻ്റെ ഭാഗം വന്നപ്പം അക്ബറിൻ്റെ കാര്യം, സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞപ്പം എനിക്ക് സങ്കടം തോന്നിയിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അതും എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നത്. ഈ സാധനത്തിനൊക്കെ വേറെ എന്തൊക്കെയാണ് വിളിക്കുക, എന്താ ഇങ്ങനെ ഇത്രയും ബുദ്ധി? എന്തായാലും ഇത് രേണു സുധിന് ബുദ്ധിയാവാൻ
ഒഴിവാക്കാൻ ഒരു വഴിയില്ല. കാരണം ഇത്രയും ദിവസത്തെ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ ആഴ്ചയിലെ രേണുസുധീൻ്റെ ബിഗ് ബോസിലെ ഇൻവോൾവ്മെൻറ്റ് നോക്കിയിട്ട് അത്ര വലിയ കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയുള്ള ആളോ അങ്ങനെ ഒന്നും തോന്നണില്ല. ഒരു സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വീട്ടമ്മ, ഇത്രയും പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ PR വർക്കിൻ്റെ ഈ ഒരു PR വർക്കേഴ്സിൻ്റെ ബുദ്ധിയാണ്. അത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ രേണുസുധീൻ തലകളിച്ച ബുദ്ധിയൊന്നല്ല ഇത്. അപ്പം എന്തായാലും ഇന്നലത്തെ ലാലേട്ടൻ്റെ ഈ ഒരു പറച്ചിലും കാര്യങ്ങളൊക്കെ കണ്ട് രേണുസുധീൻ്റെ മുഖം കണ്ടപ്പം നമുക്ക് ചിരിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ. അപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാണണമെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരുമെന്ന്. അപ്പം ഇത് എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ